മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന്. ബൃഹൻ മുംബൈ പ്രിൻസിപ്പൽ കോർപ്പറേഷനാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. പൂനെ, താനെ, നാഗ്പൂർ, സാംബാജി നഗർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ വോട്ടർമാരും ബൂത്തിലെത്തും. 2869 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. 15,931 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് മത്സരത്തിലുണ്ട്. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചോ? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, മഹാരാഷ്ട്രയിലെ 29 കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് അല്പസമയത്തകം തന്നെ ആരംഭിക്കും. 29 കോർപ്പറേഷൻ, അതിൻ്റെ വോട്ടെടുപ്പ് 7:30 മുതൽ 5:30 വരെയാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും 29 കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ പോലും BMC ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആരു ഭരിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത്. ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത് മുംബൈയിലേക്കാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, സംസ്ഥാനങ്ങളെക്കാൾ വലിയ ബജറ്റ്, ചെറിയ സംസ്ഥാനങ്ങളെക്കാൾ വലിയ ബജറ്റുള്ള കോർപ്പറേഷനാണ്. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ. കൂടാതെ ശിവസേനകളുടെ ശക്തി കേന്ദ്രം. അങ്ങനെ പല വിശേഷണങ്ങളുണ്ട് BMCക്ക്. കാരണം കഴിഞ്ഞൊരു 25 വർഷത്തെ ചരിത്രം BMCയുടെ എടുത്തു കഴിഞ്ഞാൽ ശിവസേനയുടെ വലിയ ആധിപത്യമുള്ള കോർപ്പറേഷനാണ് അത്. 97 മുതൽ 2022 വരെ അവരാണ് ഭരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് നടന്നത് 2017 അന്ന് ശിവസേന പിളർന്നിട്ടില്ല. ശിവസേന ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയായിരുന്നു. കേന്ദ്രത്തിൽ അവർ NDAയുടെ ഭാഗമാണ്, സംസ്ഥാനത്ത് NDAയുടെ ഭാഗമാണ്. ആ ഘട്ടത്തിലും ആ രണ്ടു പാർട്ടികളും, ശിവസേനയും BJPയും നേർക്കുനേർ അവിടെ മത്സരിച്ചു. എന്നിട്ട് പോലും അവിടെ ശിവസേന ഒറ്റയ്ക്ക് ജയിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ വലിയ ആധിപത്യം ശിവസേനയ്ക്കുണ്ട്. BJP കഴിഞ്ഞ തവണ 82 സീറ്റുമായി ശിവസേനയ്ക്ക് തൊട്ടു പിന്നാലെ എത്തുകയും ചെയ്തു. പിന്നീട് അവർ ശിവസേനയുടെ തന്നെ അതിൻ്റെ പിന്തുണയ്ക്കൽ നിലപാടിലേക്കൊക്കെ തന്നെ പോവുകയായിരുന്നു. പക്ഷേ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട്. ശിവസേന തന്നെ രണ്ടായി പിളർന്നു. 2022 ഷിൻഡെ വിഭാഗം അത് NDAയ്ക്കൊപ്പം നിൽക്കുകയും ഉദ്ധവ് താക്കറെ ഇപ്പോഴും മഹാസഖ്യത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മഹാസഖ്യം നിലനിൽക്കുന്നില്ല. കോൺഗ്രസ് അതിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നേരത്തെ ശിവസേന പിളർത്തി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച രാജ് താക്കറയുടെ MNS തൻ്റെ പരിഭവം മറന്നുകൊണ്ട് ഉദ്ധവ് താക്കറെയുമായി കൈകോർക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ രണ്ടു പാർട്ടികളും ഒന്നിക്കുന്നു, അതായത് തെരഞ്ഞെടുപ്പിനെ ഒരുമിച്ച് നേരിടുന്ന പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് വേദിയായിട്ടുണ്ട്. ഏതായാലും ശിവസേനയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പഴയ ആധിപത്യം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ MNSുമായി അവർ കൈകോർക്കുകയും ചെയ്തിട്ടുള്ളത്. BJP ഏതായാലും ഷിൻഡെ സേനയ്ക്കൊപ്പമാണ് മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. കാരണം 227 സീറ്റുകളാണ് BMCയിലുള്ളത്. അതിൽ തന്നെ ഏക്നാഥ് ഷിൻഡെ വിഭാഗം 90 സീറ്റുകളിലും BJP 137 സീറ്റുകളിലും മത്സരിക്കുന്നു. ഇനി സേനയും MNSനെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉദ്ധവ് താക്കറെ വിഭാഗം 163 സീറ്റിൽ ജനവിധി തേടുമ്പോൾ 53 സീറ്റുകളിലാണ് MNS മത്സരിക്കുന്നത്. ഏതായാലും ഒരുപോലെ നിർണായകമാണ് രണ്ട് സേനകൾക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉദ്ധവ് താക്കറെ വിഭാഗം മുംബൈ നഗരത്തിൽ വലിയ ആധിപത്യം നേടുന്നതാണ് കണ്ടത്. മഹാരാഷ്ട്രയിലെ മൊത്തം കണക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം നടത്തിയത് മഹാസഖ്യമായിരുന്നു. 48-ൽ 30 ലോക്സഭാ സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മഹാസഖ്യം ഒന്നടങ്കം പരാജയപ്പെടുന്നതാണ് കണ്ടത്. സംസ്ഥാന ഭരണം വീണ്ടും NDA നിലനിർത്തുന്നത് കണ്ടു. അപ്പോൾ മുംബൈ നഗരത്തിൻ്റെ ആധിപത്യം ആര് നേടും എന്നുള്ളത് ഏറ്റവും നിർണായകമായ ചോദ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 7:30 വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 5:30 വരെയാണ് പോളിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. അനുശ്രീ, ശരി. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.